ഷോർട്ട് ടേം പ്രോഗ്രാംസ് ആയിട്ടും ലോങ് ടേം പ്രോഗ്രാം ആയിട്ടും ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻ സഹിതം ഒരു സ്റ്റുഡൻറ്റിന് അവൻ്റെ അക്കാഡമിക്സ് കഴിഞ്ഞിട്ട് വാട്ട് നെക്സ്റ്റ് എന്നുള്ളതിൻ്റെ മറുപടി യുണൈറ്റഡിൽ കിട്ടുന്നുണ്ട്. പലരുമായിട്ടും സംസാരിക്കുന്നുണ്ട് എന്ത് വേണ്ടിയിട്ടാണ്, അതായത് ഇപ്പോൾ പഠിച്ചിറങ്ങുന്നവർക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഞാൻ പഠിച്ച ഡിപ്ലോമയാണ്. അവിടെ കഴിഞ്ഞ് എൻ്റെ ഒരു കൂട്ടുകാരനാണ് ഇവിടുത്തെ ഇത് പറഞ്ഞത്. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഫീൽഡിനെ കുറിച്ച് ഒരുപാട് പേര് നെഗറ്റിവിറ്റീസാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ വന്ന് പഠിച്ചതിന് ശേഷമാണ് മനസ്സിലായത് നല്ലൊരു ഫീൽഡ്, എൻ്റെ ഫ്യൂച്ചറിലേക്ക് നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ തന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ്. അതേപോലെ തന്നെ ഈ കോഴ്സിൽ നിന്ന് എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ട്. നമ്മുടെ യുണൈറ്റഡ് ബേസിക്കലി ഇറ്റ്സ് എ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ഈ പറയുന്ന മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, ബിടെക്, അതുപോലെ ഡിപ്ലോമ കഴിഞ്ഞ് വരുന്നവർക്ക് ഈ പറഞ്ഞ അവരുടെ ഫിനിഷിംഗ് ഒരു കോഴ്സസ് നമ്മൾ എന്താണ് പ്രൊവൈഡിങ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ യുണൈറ്റഡ് എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഒരു സിലബസ് എന്ന് പറയാനായിട്ട് കംപ്ലീറ്റ്ലി വി ആർ ഫോക്കസിങ് ഓൺ ദ ജോബ് റിലേറ്റഡ്. അവർക്കൊരു ഈസി ജോബ് കിട്ടത്തക്ക രീതിയിലാണ് നമ്മുടെ സിലബസ് മോൾഡപ്പ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഒരു സീനിയർ സാറുണ്ടായിരുന്നു, പോൾ സാർ. അദ്ദേഹം 2000 ഫാബ്രിക്കേഷനും അതിനൊക്കെ വെൽഡിങ് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റാർട്ട് ചെയ്തിട്ടൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹമായിട്ട് ഞാൻ യാദൃച്ഛികമായിട്ട് കാണാനിടയായി. അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു. അന്നേരം അന്ന് കേരളത്തിൽ വലിയ അധികം സ്ഥാപനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെയാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ആശയത്തിലോട്ട് എന്ത് ചെയ്യുന്നത് വരുന്നത്. മെക്കാനിക്കലിൽ ഇപ്പം ഞങ്ങൾ ഈ പറഞ്ഞ ഡിപ്ലോമ അതുപോലെ ബിടെക്കുകാർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് 2 പ്രോഗ്രാംസ് ഉണ്ട്. മെക്കാനിക്കൽ QA/QC എന്ന് പറയുന്ന പ്രോഗ്രാമും അതുപോലെ ഡിപ്ലോമ ഇൻ ഓയിൽ ആൻഡ് ഗ്യാസ് എഞ്ചിനീയറിംഗ് എന്ന വേറെ പ്രോഗ്രാമും. പിന്നെ ഇത് കൂടാണ്ട് നമ്മൾ ഈ പറഞ്ഞ ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിൽ വരുന്ന ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. അതിന് ട്രെയിനിങ്സ് ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ AWS, അതുപോലെ CSIP, B-Gas, NACE, APA ഇതുപോലുള്ള ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസിൻ്റെ ട്രെയിനിങ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മെക്കാനിക്കൽ സ്ട്രീം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ASNTയുടെ ലെവൽ 2 ട്രെയിനിങ്സ് വരുന്ന NDT എന്ന് പറയുന്ന പ്രോഗ്രാം വരുന്നുണ്ട്. നമുക്ക് മെക്കാനിക്കൽ സ്ട്രീമിൽ തന്നെ മെക്കാനിക്കൽ QA/QC എന്ന് പറയുന്ന പ്രോഗ്രാംസ് വരുന്നുണ്ട്. അഡ്വാൻസ്ഡ് ഓയിൽ ആൻഡ് ഗ്യാസ് എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. മെയിൻലി പുറത്തേക്ക് പോകുമ്പോഴാണ് ഈ സർട്ടിഫിക്കേഷൻസിൻ്റെ ആവശ്യകത കൂടുതലായിട്ട് വരുന്നത്. അപ്പം ആ സർട്ടിഫിക്കേഷൻസ് കൂടുതലും ഇപ്പോൾ ബിടെക് പഠിക്കുന്ന ഒരാളായാലും ശരി, അവർക്ക് 2 വർഷം എക്സ്പീരിയൻസ് കഴിഞ്ഞ് ഈ സർട്ടിഫിക്കേഷൻ കൂടെ ഉണ്ടെങ്കിൽ പുറത്തേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിൽ നല്ല ശമ്പളത്തോടുകൂടിയുള്ള ജോലികൾക്ക് അവർക്ക് ലഭിക്കാൻ എളുപ്പമാണ്. ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറാണ് നമുക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത്. അതായത് ഒരു ഇതുള്ള എല്ലാ മെക്കാനിക്കലും മാത്രമല്ല, എല്ലാ കോഴ്സും ഇപ്പോൾ മെക്കാനിക്കലായാലും ഇലക്ട്രിക്കലായാലും അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആയാലും സിവിലായാലും എല്ലാത്തിനും നമ്മൾ പ്രാക്ടിക്കൽ എന്ന് പറയുന്ന സംഭവം നമ്മൾ എല്ലാ കോഴ്സുകൾക്കും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അത് പിള്ളേർക്ക് അത് മനസ്സിലാകുന്നവരെ തന്നെ നമുക്കത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. മനസ്സിലായി. അപ്പോൾ വെറുതെ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ജോബിന് വിട്ട് കഴിഞ്ഞാൽ വെറുതെ ഒരു തിയറി ഭാഗമായിട്ട് മാത്രം പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാതെ എല്ലാം, അതായത് ഫുൾ തിയറി പ്ലസ് പ്രാക്ടിക്കൽ ഫുള്ള് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് നമുക്ക് ഉള്ളത്. പഠിക്കുകയാണെങ്കിൽ തന്നെ അപ്പോൾ അതിൻ്റെതായ ആയിട്ടുള്ള ലാബുകൾ എല്ലാം കറക്റ്റായിട്ട് അവർ പറഞ്ഞു തരും. സാർമാർ കറക്റ്റ് എങ്ങനെ ചെയ്യണം,
എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്താലാണ് ഇങ്ങനെ കിട്ടുക എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തരും. ലാബുകൾ എല്ലാം ചെയ്ത് കാണിച്ചു തരും. അതുപോലെ പറഞ്ഞു തരണം മാത്രം, എല്ലാം ചെയ്ത് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. നമ്മളിവിടെയെന്ന് വെച്ചാൽ നമുക്ക് സബ്ജക്റ്റ് നോളജ് കുറച്ചും കൂടെ കൂട്ടാം. പിന്നെ പേഴ്സണൽ ഇംപ്രൂവ്മെൻറ്റ്, നമ്മൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 100% പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 12+ എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന ഏതൊരു കുട്ടിക്കും നമ്മൾ കൊടുക്കാറുണ്ട്. എന്ത് പഠിക്കണമെന്നതിലുപരി അത് എങ്ങനെ പഠിപ്പിച്ച് പ്രസൻറ്റ് ചെയ്ത് തരുന്നു എന്നുള്ളതിലാണ് ഏറ്റവും നല്ല കാര്യം. അപ്പോൾ ഞാൻ വന്നതിൽ എനിക്ക് കോൺഫിഡൻ്റ് ആണ്. നല്ല പഠിപ്പിക്കുന്ന അധ്യാപകരാണ്, നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. നമ്മുടെ ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ പല പല ഈ ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിലുള്ള കമ്പനികളുടെ ടൈപ്പ് ഉണ്ട്. അവർ തന്നെയാണ് ഞങ്ങളെ സ്റ്റുഡൻസിനെ പ്ലേസ് ചെയ്യുന്നത്. ഈ പറഞ്ഞ QA/QC എന്ന് പറയുന്ന മേഖലയിൽ അവർ തന്നെയാണ് ജോലി കൊടുക്കുന്നത്. ഞാൻ പഠിച്ചിറങ്ങിയ കോഴ്സ് അവിടെ നിന്ന് എനിക്ക് ഒരൊറ്റ ഇൻ്റർവ്യൂ മാത്രമാണ് കിട്ടിയത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് തന്നെ എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളും ഇതെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ഇൻ്റർവ്യൂ ഒരുപാട് കുട്ടികൾ ഇവിടുന്ന് ഇൻ്റർവ്യൂ കിട്ടി പോയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല കോൺഫിഡൻസ്. അവരുടെ ഒരു ഇൻ്റർവ്യൂയിങ് രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ സ്റ്റുഡൻസാണ് ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്നത് ക്വാളിറ്റി വൈസ്. അതായത് അവർ ചോദിക്കുന്ന ഒരു ടോപ്പിക് വൈസ് ആണെങ്കിലും, ഇപ്പോൾ ഒരു കമ്പനിയിൽ കയറാൻ വേണ്ടിയിട്ട് അവർ ഒരു ഫ്രഷർ എന്ന രീതിയിൽ ഒരിക്കലും തോന്നത്തില്ല. ഷോർട്ട് ടേം പ്രോഗ്രാംസ് ആയിട്ടും ലോങ് ടേം പ്രോഗ്രാം ആയിട്ടും ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻ സഹിതം ഒരു സ്റ്റുഡൻറ്റിന് അവൻ്റെ അക്കാഡമിക്സ് കഴിഞ്ഞിട്ട് വാട്ട് നെക്സ്റ്റ് എന്നുള്ളതിൻ്റെ മറുപടി യുണൈറ്റഡിൽ കിട്ടുന്നുണ്ട്. ഫീൽഡിൽ ഇത്രയും ഒരു ലാബ് ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഇല്ലാതെ നമുക്ക് ഈ ഒരു ഫീൽഡിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്നൊരു പൂർണ്ണമായിട്ട് എന്തുണ്ടായിരുന്നു, ഒരു ബോധ്യം ഞങ്ങളിൽ ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ഇപ്പം ഏതൊരു മെറ്റീരിയൽ ആയിക്കോട്ടെ, ഇപ്പം അതിൻ്റെ സ്പെസിഫിക്കേഷൻസും കോസ്റ്റ് ആൻഡ് സ്റ്റാൻഡേർഡ്സും കോമ്പോണൻസും സിമ്പിൾസും ഇനി എന്തും ആയിക്കോട്ടെ, ഇപ്പം ഏതൊരു രീതിയിലുള്ള കാര്യങ്ങളും നമുക്കിവിടെ കൊണ്ടുവരണം, അത് സ്റ്റുഡൻസ് ലൈവായിട്ട് കണ്ട് മനസ്സിലാക്കണം എന്ന് ഒരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു, ശരിക്കും പറഞ്ഞാൽ നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, പെട്ടെന്നൊന്നും ചെയ്തതല്ല. ഇപ്പോൾ സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്തു, ഞങ്ങൾ കൊണ്ടുവന്നു. നല്ലോണം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പല രീതിയിലും നമ്മൾ ഒരുപാട് എന്ത് ചെയ്തിട്ട് നല്ല ബുദ്ധിമുട്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഈ ഒരു ലെവലിൽ വരെ എന്ത് ചെയ്ത് ഞങ്ങൾ എത്തിച്ചത് ഈ ഒരു സമയം. ഞാനിപ്പം ഒമാനിൽ പല രാജ്യങ്ങളിൽ പോകുന്നുണ്ട്, പലരുമായിട്ടും സംസാരിക്കുന്നുണ്ട്. എന്ത് വേണ്ടിയിട്ടാണ്, അതായത് ഇപ്പോൾ പഠിച്ചിറങ്ങുന്നവർക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇനി IT കഴിഞ്ഞവരായിക്കോട്ടെ, IT എന്ന് പറഞ്ഞാൽ പക്ക ടെക്നിക്കൽ ലെവലാണ്. ഇനി ഡിപ്ലോമ കഴിഞ്ഞവരായിക്കോട്ടെ, അതിനകത്ത് ഇലക്ട്രിക്കലുണ്ട്, മെക്കാനിക്കലുണ്ട്, സിവിലുണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, പ്ലസ് BTech കഴിഞ്ഞവരായിക്കോട്ടെ. അപ്പം നമ്മുടെ കേരളത്തിൽ നിന്നല്ല, നമ്മൾ ഇന്ത്യയിൽ സംബന്ധിച്ച് ഒരുപാട് പേര് BTech കഴിഞ്ഞ് ഇറങ്ങുന്നുണ്ട്. പക്ഷേ അവർക്ക് ഇനി എന്ത് ചെയ്യണം, ഏത് രീതിയിൽ പോകണം, ഏതൊരു കമ്പനിയെ സമീപിക്കണം, ഒരു റെസ്യൂം എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും ആരും ഒരു ബോധവാൻ കാര്യങ്ങളൊന്നും അല്ല. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്, ഞങ്ങളുടെ ഒരു ടീം, ഈ യുണൈറ്റഡ് ഇന്ത്യയുടെ ശരിക്കും ഞങ്ങളുടെ ഡ്രീം എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫിനിഷിംഗ് സ്കൂൾ എന്നൊരു ഇതിലോട്ട് പോകുക എന്നുള്ളതാണ്. അത് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഗവൺമെൻറ് സെക്ടറൊക്കെ ആയിട്ട് ഒന്ന് സംസാരിച്ച് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളൊരു പ്രോജക്റ്റൊക്കെ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഞങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ട് എവിടെന്നെങ്കിലും ഒരു ഇത് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഈ സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും.